ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സ്റ്റഡി കൊമേഴ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 11 ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ 3 ആയിട്ടുള്ള പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസസ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാന ടോപ്പിക്കുകൾ നമുക്ക് ഇവിടെ കവർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രൈവറ്റ് സെക്ടർ വേഴ്സസ് പബ്ലിക് സെക്ടർ എന്താണെന്ന് നോക്കാം. പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സോ റൺ ചെയ്യുന്ന ബിസിനസ്സുകളാണ്. ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. സോ വി ക്യാൻ സേ പ്രൈവറ്റ് സെക്ടർ ഈസ് ഓൺഡ്, മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എയിമിംഗ് പ്രൈമർലി ടു ഏൺ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ള ലക്ഷ്യം കാരണം വരുന്നതാണ് പ്രൈവറ്റ് സെക്ടർ. എന്നാൽ പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ബിസിനസ് എന്റർപ്രൈസസ് ആണ്. ഇവരുടെ മെയിൻ എയിം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതല്ല, പബ്ലിക്കിന് സർവീസ് നൽകുക എന്നുള്ളതാണ്. പബ്ലിക് സെക്ടേഴ്സ് ആർ ഓൺഡ്, മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ടു പ്രൊവൈഡ് പബ്ലിക് സർവീസസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോംസ് ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആണ്. പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിനെ നമുക്ക് പ്രധാനമായിട്ട് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും: ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആൻഡ് ഗവൺമെന്റ് കമ്പനി. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് മിനിസ്ട്രിന്റെ അണ്ടറിലാണ് ഇവർ പ്രവർത്തിക്കുക. ഇനി സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പാർലമെന്റിന്റെ സ്പെഷ്യൽ ആക്ട് പ്രകാരം വരുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. ഗവൺമെന്റ് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് വരുന്നതാണ് ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറയുന്നത്. ഇതിനെ മൂന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ ഒരു ഫ്ലോ ചാർട്ട് നോക്കാം. ഈ ഫ്ലോ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യൻ എക്കണോമിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും: പബ്ലിക് സെക്ടർ എന്നും പ്രൈവറ്റ് സെക്ടർ എന്നും. പബ്ലിക് സെക്ടറിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ്, രണ്ടാമത്തത് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, മൂന്നാമത്തത് ഗവൺമെന്റ് കമ്പനീസ്. അപ്പൊ ഇത് 3 പബ്ലിക് സെക്ടറിന്റെ അണ്ടറിൽ വരുന്നത്. ഇനി പ്രൈവറ്റ് സെക്ടറിന്റെ അണ്ടറിലോ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ് ഫസ്റ്റ് വൺ, രണ്ടാമത്തത് പാർട്ണർഷിപ്പ്, മൂന്നാമത്തത് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, നാലാമത്തത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അഞ്ചാമത്തത് കമ്പനി, പിന്നെ ആറാമത്തത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്. ഈ കമ്പനീനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും: പബ്ലിക് കമ്പനി എന്നും പ്രൈവറ്റ് കമ്പനി എന്നും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇന്ത്യൻ എക്കണോമിന്റെ ക്ലാസിഫിക്കേഷൻ. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് പബ്ലിക് സെക്ടറിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഫോമാണിത്. ഇത് ഗവൺമെന്റിന്റെ മിനിസ്ട്രിയുടെ ഡയറക്റ്റ് കൺട്രോളിലായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് the oldest form of public enterprises established as an integral department or extension of government ministry. ഈ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല കേട്ടോ. ദർ ഈസ് നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഇതിന്റെ ഫണ്ടിങ് പൂർണ്ണമായിട്ട് നമ്മളുടെ ഗവൺമെന്റ് ട്രഷറിയിൽ നിന്നായിരിക്കും വരുന്നത്. സോ ഈസ് ഫണ്ടഡ് ഡയറക്ട്ലി ബൈ ദി ഗവൺമെന്റ് ട്രഷറി ആൻഡ് ഈസ് മാനേജ്ഡ് ബൈ സിവിൽ സർവൻസ്. ഇത് മാനേജ് ചെയ്യുന്നത് സിവിൽ സർവൻസ് ആണ്. അപ്പൊ ഇതാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ്. ഇനി ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗിന്റെ ഫീച്ചേഴ്സ്, ലിമിറ്റേഷൻസ്, മെറിറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ്. ഫസ്റ്റ് വൺ ആണ് ഫണ്ടിങ് ആൻഡ് ഓഡിറ്റ്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സിന് ആവശ്യമായിട്ടുള്ള പണം ഗവൺമെന്റ് ബഡ്ജറ്റിലൂടെയാണ് നൽകുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ വരുമാനം നേരിട്ട് ഗവൺമെന്റ് ട്രഷറിയിലോട്ടാണ് പോകുന്നത്. സോ ഫണ്ടിങ് ഡയറക്ട്ലി ഫ്രം ദി ഗവൺമെന്റ് ട്രഷറി ത്രൂ ആനുവൽ ബഡ്ജറ്ററി അപ്രോപ്രിയേഷൻ. പിന്നെ ഓഡിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സബ്ജക്ട് ടു സ്റ്റാൻഡേർഡ് ഗവൺമെന്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റ് കൺട്രോൾസ്. ഗവൺമെന്റിന്റെ അക്കൗണ്ടിങ്ങും ഓഡിറ്റ് കൺട്രോളിങ്ങും ആണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സിൽ വരുന്നത്. അടുത്തതാണ് മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ. പ്രത്യേക ഗവൺമെന്റ് മിനിസ്ട്രിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് റെയിൽവേ ആണെങ്കിൽ റെയിൽവേ മന്ത്രാലയത്തിന്റെ കീഴിലായിരിക്കും പ്രവർത്തിക്കുക. So we can say staffed by civil servants headed by IAS officers under government service rule. അപ്പോൾ ഇതിൽ സ്റ്റാഫുകളായിട്ട് വരിക സിവിൽ സർവൻസ് ആണ് ആൻഡ് ഹെഡ് ആയിട്ട് വരിക IAS ഓഫീസേഴ്സ് ആണ്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സിൽ operates as a subdivision directly controlled by and accountable to the concerned ministry. ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഗവൺമെന്റ് മിനിസ്ട്രിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മെറിറ്റ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് ആണ്. ഫസ്റ്റ് മെറിറ്റ് ആണ് കൺട്രോൾ ആൻഡ് അക്കൗണ്ടബിലിറ്റി.
കൺട്രോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫെസിലിറ്റേറ്റ്സ് എഫക്റ്റീവ് പാർലമെന്ററി കൺട്രോൾ ഓവർ എന്റർപ്രൈസസ് ഓപ്പറേഷൻ. ഈ എന്റർപ്രൈസിന്റെ ഓപ്പറേഷൻ മെയിൻ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് പാർലമെന്റ് ആണ് കേട്ടോ. എൻഷുവേഴ്സ് എ ഹൈ ഡിഗ്രി ഓഫ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പബ്ലിക്കിനോട് ഹൈ ഡിഗ്രി ഓഫ് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ഇവർക്ക്. ഓക്കെ, പബ്ലിക്കിനോട് ഹൈ ഡിഗ്രി ഓഫ് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, പബ്ലിക് അണ്ടർടേക്കിങ്സ് പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല വരുന്നത്, പബ്ലിക്കിനെ സെർവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. റവന്യൂ ഗോസ് ഡയറക്ട്ലി ടു ദി ട്രഷറി ആക്ടിങ് ആസ് എ ഡയറക്റ്റ് സോഴ്സ് ഓഫ് ഗവൺമെന്റ് ഇൻകം. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിന്റെ ഖജനാവിലോട്ടാണ് പോകുന്നത്, ട്രഷറിയിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് ഇത് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഏർണിങ്സ് ആണ്, ഇൻകം ആണ്. ഓക്കെ, ദെൻ സെക്യൂരിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോം വേർ നാഷണൽ സെക്യൂരിറ്റി ഈസ് കൺസേൺ ഡ്യൂ ടു ഡയറക്റ്റ് മിനിസ്ട്രി സൂപ്പർവിഷൻ. നമ്മൾ പറഞ്ഞല്ലേ, ഒരു മിനിസ്ട്രിന്റെ അണ്ടറിലാണ് വരുന്നത്. ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് പ്രധാനമായിട്ടുള്ള മേഖലകളിലൊക്കെ ഇത്തരം സ്ഥാപനങ്ങളെ ഏറ്റെടുക്കുന്നത് നമ്മളുടെ മിനിസ്ട്രി ആയിരിക്കും കേട്ടോ. എക്സാമ്പിൾ പറഞ്ഞാൽ ഡിഫൻസ് ഒക്കെ വരുന്നത് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിന്റെ കീഴിലാണ്. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്. ഫസ്റ്റ് ലിമിറ്റേഷൻ ആണ് ഇൻഫ്ലെക്സിബിലിറ്റി. ലാക്സ് ഓപ്പറേഷൻ ഫ്രീഡം ഡ്യൂ ടു സ്ട്രിക്റ്റ് മിനിസ്ട്രി അപ്രൂവൽ റിക്വയേഴ്സ്. അതായത് എല്ലാ കാര്യങ്ങൾക്കും ഈ മിനിസ്ട്രിയുടെ അല്ലെങ്കിൽ മന്ത്രാലയത്തിന്റെ അനുമതി വേണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കൽ അത്ര പോസിബിൾ അല്ല, ഇൻഫ്ലെക്സിബിൾ ആണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് റെഡ് ടാപ്പിസം. എക്സസീവ് ബ്യൂറോക്രാറ്റിക് റൂൾസ് ലീഡ് ടു ഡിസിഷൻ മേക്കിംഗ് ഡിലേസ്. ഒരുപാട് നിയമങ്ങളും പേപ്പർ വർക്കുകളും ഉള്ളതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ ഭയങ്കര താമസം വരും ഇങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിൽ. ഒരു കാര്യം അങ്ങോട്ട് നടക്കണമെങ്കിൽ കുറേ നാൾ അതിന്റെ പിന്നാലെ നടക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് ലിമിറ്റേഷൻസ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സാച്യുട്ടറി കോർപ്പറേഷൻ എന്താണെന്ന്. ഇത് കേൾക്കുമ്പോൾ വലിയ പേരായിട്ട് തോന്നും, എന്നാൽ സംഭവം ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. സാച്യുട്ടറി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു തരം പബ്ലിക് എന്റർപ്രൈസ് ആണ്. പക്ഷേ ഇതൊരു സാധാരണ കമ്പനിയല്ല. ഇത് നിലവിൽ വരണമെങ്കിൽ പാർലമെന്റിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലോ പാസ്സാവുന്ന ഒരു സ്പെഷ്യൽ ആക്ട് വേണം. ഓക്കെ, ആ സ്പെഷ്യൽ ആക്ട് പാസ്സായി കഴിഞ്ഞാൽ മാത്രമാണ് സാച്യുട്ടറി കോർപ്പറേഷൻ നിലവിൽ വരിക. So it is a public enterprises brought into existence by the special act of parliament or state legislature. The act defines a specific power, functions, employs rules and relation with government department. അപ്പോൾ ഈ ഒരു ആക്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുക, ഈ കോർപ്പറേഷന്റെ പവർ എന്താണെന്ന് പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെ ഫങ്ഷൻസ്, അതായത് ജോലികൾ എന്തൊക്കെയാണ് എന്നും പറയുന്നുണ്ടാവും. മൂന്നാമത്തത് ജീവനക്കാരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, ഈ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് എന്നും ഈ ആക്ടിൽ പറയും. അതുപോലെ തന്നെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുമായി ഇവർക്ക് എന്തൊക്കെ റിലേഷൻ ആണ് ഉള്ളത് എന്നതെല്ലാം ഈ ഒരു ആക്ടിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഈ സ്പെഷ്യൽ ആക്ട് ഉണ്ടാവുന്നത്. അപ്പൊ സ്പെഷ്യൽ ആക്ടിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഈ ഓർഗനൈസേഷന്റെ പവർ, ഫംഗ്ഷന്, എംപ്ലോയീസിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതുപോലെ തന്നെ റിലേഷൻ വിത്ത് ദി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഈ 4 കാര്യങ്ങളും ഈ ഒരു ആക്ടിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. നെക്സ്റ്റ് നമുക്ക് സാച്യുട്ടറി കോർപ്പറേഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ലീഗൽ സെറ്റപ്പ് ആൻഡ് ഓണർഷിപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഫുൾ സെറ്റപ്പ് ഒരു സ്പെഷ്യൽ ആക്ട് വഴിയാണ് നടക്കുന്നത്. അതുപോലെ ഇതിന്റെ ഫുൾ ഓണർഷിപ്പും ഗവൺമെന്റിനായിരിക്കും. ഓക്കെ, എസ്റ്റാബ്ലിഷ്ഡ് ബൈ സ്പെഷ്യൽ ആക്ട് ഓഫ് ദി പാർലമെന്റ് ഡിഫൈനിങ് ഇറ്റ്സ് പവർ, ഫങ്ഷൻസ് ആൻഡ് റൂൾസ്, ഹോൾലി ഓൺഡ് ബൈ ദി സ്റ്റേറ്റ്. ഓക്കെ, ഹോൾലി ഓൺഡ് ബൈ ദി ഗവൺമെന്റ്. ഓക്കെ, ഗവൺമെന്റ് ആണ് ഇതിന്റെ ഫുൾ ഓണർഷിപ്പും. അതുകൊണ്ട് തന്നെ ഇതിലുണ്ടാകുന്ന ലോസസ് സഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എടുക്കുന്ന ആ ഗവൺമെന്റ് തന്നെ ആയിരിക്കും. which bears the losses and appropriates profit. രണ്ടാമത്തെ ഫീച്ചറാണ് കോർപ്പറേറ്റ് സ്റ്റാറ്റസ് ആൻഡ് ഫൈനാൻസ്. സാച്യുട്ടറി കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. അതായത് ഗവൺമെന്റിൽ നിന്ന് മാറി ഒരു സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഇതിനുണ്ട് ഈ സാച്യുട്ടറി കോർപ്പറേഷന്. ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് ലീഗൽ ബോഡി കോർപ്പറേഷൻ ദാറ്റ് ക്യാൻ ബി സ്യൂഡ് ആൻഡ് ഹോൾഡ് പ്രോപ്പർട്ടി ഇൻ ഇറ്റ്സ് നെയിം. Independently financed through government borrowings, public funds or revenue without central budget reliance. ഇതിന് സ്വന്തം പേരിൽ പ്രോപ്പർട്ടി വാങ്ങാം,
വേണമെങ്കിൽ ആർക്കെങ്കിലും എതിരെ കേസുകൾ കൊടുക്കാം. അതാണ് ക്യാൻ സ്യൂ എന്ന് പറയുന്നത്. തിരിച്ച് നമുക്ക് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ ഇതിന്റെ പേരിലും കൊടുക്കാം. അതാണ് ബി സ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാൻ സ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതിന് ആരുടെങ്കിലും പേരിൽ കേസ് കൊടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഈ കോർപ്പറേഷനിലെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ നമുക്കും കേസ് കൊടുക്കാൻ പറ്റും. പിന്നെ ഫൈനാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇൻഡിപെൻഡന്റ്ലി ഫൈനാൻസ്ഡ് ആണ്. അതായത് ഓരോ വർഷത്തിലെയും ഗവൺമെന്റ് ബഡ്ജറ്റ് മാത്രം ആശ്രയിച്ചാണ് ഇത് നടത്തിക്കൊണ്ടുപോകുന്നത്. ഫണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ബോറോ ചെയ്യാം, അല്ലെങ്കിൽ പബ്ലിക് ഫണ്ടായിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്വന്തമായിട്ട് വരുമാനം കൊണ്ടും ബിസിനസ് മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മെറിറ്റ്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. ഫസ്റ്റ് വൺ ഈസ് ഓട്ടോണമി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഇവിടെ സാധാരണ നമ്മളുടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലോ, അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഉയർന്ന രീതിയിലുള്ള ഓപ്പറേഷണൽ ഫ്രീഡം ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അനാവശ്യമായിട്ടുള്ള ഗവൺമെന്റ് റെഗുലേഷൻസ് ഒന്നും ഇവരെ ബാധിക്കുന്നില്ല. സോ വി ക്യാൻ സേ statutory corporation enjoys high operational flexibility and independence from government regulations, free from direct central budget rules, and can frame its own internal policies. സെൻട്രൽ ബഡ്ജറ്റ് റൂൾസിൽ നിന്ന് ഒരു ഫ്രീഡം ഉണ്ട്. അതുപോലെ തന്നെ ഇന്റേണൽ പോളിസീസ് ഒക്കെ ഇവർക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റും. ബഡ്ജറ്റ് റൂൾസിന്റെ തടസ്സങ്ങൾ ഇവർക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള സ്വന്തം ഇന്റേണൽ പോളിസീസ് ഒക്കെ ഫ്രെയിം ചെയ്യാൻ സാധിക്കും. അടുത്ത മെറിറ്റ്സ് ആണ് എക്കണോമിക് ഇമ്പാക്റ്റ്. ഇറ്റ് കമ്പൈൻസ് ഗവൺമെന്റ് അതോറിറ്റീസ് വിത്ത് പ്രൈവറ്റ് എന്റർപ്രൈസസ് ഇനീഷ്യേറ്റീവ് ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ്. അപ്പൊ എന്താ പറയുന്നത്, ഇത് ഗവൺമെന്റിന്റെ പവറും പ്രൈവറ്റ് എന്റർപ്രൈസസിന്റെ കാര്യക്ഷമതയും ഒന്നിച്ചു ചേർത്ത് എക്കണോമിക് ഡെവലപ്മെന്റിന് സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് ആണ്. നെക്സ്റ്റ് പറയുന്നത് റീഇൻവെസ്റ്റ് റവന്യൂ ഇൻഡിപെൻഡന്റ്ലി ടു ഫോസ്റ്റർ ബിസിനസ് എക്സ്പാൻഷൻ. ഇതിൽ നിന്ന് ലഭിക്കുന്ന ഇൻകവും അതുപോലെ തന്നെ റവന്യൂ ബിസിനസിന്റെ എക്സ്പാൻഷനും അതുപോലെ തന്നെ റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് മെറിറ്റ്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലിമിറ്റേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. ഫസ്റ്റ് വൺ ആണ് ഇന്റർഫിയറൻസ്. എക്സ്പീരിയൻസ് പൊളിറ്റിക്കൽ ആൻഡ് ഗവൺമെന്റൽ ഇന്റർഫിയറൻസ് ഇൻ മേജർ ഡിസിഷൻസ്. ഭയങ്കര മേജർ ആയിട്ടുള്ള വലിയ വലിയ ഡിസിഷൻസ് കാര്യങ്ങളിലൊക്കെ പൊളിറ്റിക്കലും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെയും ഇടപെടൽ ഉണ്ടാവും. രണ്ടാമത്തതാണ് റിജിഡ് റൂൾസ്. ഓട്ടോണമസ് സ്റ്റാറ്റസ് ഈസ് ഓഫൻ ലിമിറ്റഡ് ബൈ കോംപ്ലക്സ് സ്റ്റാറ്റ്യൂട്ടറി റെഗുലേഷൻസ്. ഓട്ടോണമസ് ആയിട്ടുള്ള സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള ഭയങ്കര സങ്കീർണമേറിയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി റെഗുലേഷൻസ് കാരണം ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ലിമിറ്റേഷൻ. അപ്പോൾ നമ്മൾ പബ്ലിക് സെക്ടറിലെ രണ്ട് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് പഠിച്ചു, ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. നെക്സ്റ്റ് വൺ ആണ് ഗവൺമെന്റ് കമ്പനീസ്. അപ്പൊ ഗവൺമെന്റ് കമ്പനീസ് എന്താണെന്ന് ചോദിച്ചാൽ ഏതൊരു കമ്പനി ആവട്ടെ അതിന്റെ ചുരുങ്ങിയത് 51% പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റല് സെൻട്രൽ ഗവൺമെന്റിന്റെ അടുത്തോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അടുത്തോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒരുമിച്ച് ചേർന്നിട്ടോ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ എന്താ നോക്കിയാലോ. എ കമ്പനി ഇൻ വിച്ച് അറ്റ്ലീസ്റ്റ് 51% ഓഫ് ദി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. എത്ര പെർസെന്റേജാ? 51% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ is held by the central or state government. സെൻട്രൽ ഗവൺമെന്റിന്റെ അടുത്തോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അടുത്തോ ഉണ്ടെങ്കിൽ ആ കമ്പനി ഗവൺമെന്റ് കമ്പനി ആയിരിക്കും. ഓക്കെ, ഇത്തരത്തിലൊരു കമ്പനി രൂപീകരിക്കുന്നത് കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് കേട്ടോ. So we can say registered under the Companies Act 2013, operating as a separate legal entity for commercial activities. കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാണിജ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സെപ്പറേറ്റ് സ്വതന്ത്രനായിട്ടുള്ള ഒരു ലീഗൽ എൻറ്റിറ്റിയാണ് നമ്മളുടെ ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തതായിട്ട് ഗവൺമെന്റ് കമ്പനീസിന്റെ പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ക്യാപിറ്റൽ ആൻഡ് ക്രിയേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഇത്തരം കമ്പനികളിൽ കുറഞ്ഞത് 51% ഓഹരി പങ്കാളിത്തം സർക്കാരിനായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, 51% പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഹെൽഡ് ബൈ ദി ഗവൺമെന്റ് ആയിരിക്കണം. ഓക്കെ, ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഷെയർസ് വാങ്ങുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യന്റെ പേരിലായിരിക്കും കേട്ടോ. ഷെയർസ് ആർ പർച്ചേസ്ഡ് ഇൻ ദി നെയിം ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യന്റെ നെയിം വെച്ചിട്ടായിരിക്കും ഷെയർസ് പർച്ചേസ് ചെയ്യുക. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അതെന്തായാലും നിങ്ങൾ മറന്നു പോകരുത്.
നെക്സ്റ്റ് വൺ ആണ് ലീഗൽ ആൻഡ് മാനേജ്മെന്റ് റൂൾസ്. ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ സ്വന്തം പേരിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനും അതുപോലെ തന്നെ ആവശ്യമുള്ള കേസുകളിൽ സ്യൂട്ട്സ് ഫയൽ ചെയ്യാനും ഈ കമ്പനിക്ക് സാധിക്കും. ഫങ്ഷൻസ് ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി capable ഓഫ് ഫയലിംഗ് സ്യൂട്ട്സ് ആൻഡ് സൈനിങ് കോൺട്രാക്ട് സൈൻ ചെയ്യാനും പറ്റും, സ്യൂട്ട്സ് ഫയൽ ചെയ്യാനും പറ്റും. അടുത്ത പറയുന്നത് മാനേജ്ഡ് അക്കോർഡിംഗ് ടു ദി പ്രൊവിഷൻ ഓഫ് ദി കമ്പനീസ് ആക്ട് ആൻഡ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇവരുടെയൊക്കെ ഭരണവും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത് കമ്പനീസ് ആക്ടിലെ വ്യവസ്ഥകളും അതുപോലെ തന്നെ കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും അനുസരിച്ച് മാത്രമായിരിക്കും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഗവൺമെന്റ് കമ്പനീസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഗവൺമെന്റ് കമ്പനീസിന്റെ മെറിറ്റ്സ് എന്താണെന്ന് നോക്കാം. മെറിറ്റ്സ് ഓഫ് ഗവൺമെന്റ് കമ്പനി നോക്കാം. ഫസ്റ്റ് മെറിറ്റ് ആണ് ഈസി സെറ്റപ്പ് ആൻഡ് ഓട്ടോണമി. ഈ ഗവൺമെന്റ് കമ്പനികൾ രൂപീകരിക്കാൻ പാർലമെന്റിലെ പ്രത്യേക ആക്ട് ഒന്നും ആവശ്യമില്ല. ഓക്കെ, കമ്പനീസ് ആക്ടിലെ സാധാരണ പ്രൊസീജിയേഴ്സോ ഫോളോ ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഗവൺമെന്റ് കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പാർലമെന്റിന്റെ ആക്ട് വേണ്ടാത്തതുകൊണ്ട് തന്നെ കുറെ ടൈം എടുക്കില്ല. സോ ഫോംഡ് ഈസിലി അണ്ടർ ദി കമ്പനീസ് ആക്ട് റിക്വയർമെന്റ്സ് വിതൗട്ട് നീഡിങ് എ സ്പെഷ്യൽ പാർലമെന്ററി ആക്ട്. അപ്പോൾ പാർലമെന്ററി സ്പെഷ്യൽ ആക്ട് ഒന്നും ആവശ്യമില്ല. എൻജോയ്സ് മാനേജ്മെന്റ് ഓട്ടോണമി ടു മേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ കൊമേഴ്ഷ്യൽ പ്രുഡൻസ്. അപ്പോൾ എന്താ പറയുന്നത്, ഇതിന് നല്ല രീതിയിലുള്ള മാനേജ്മെന്റ് ഓട്ടോണമി ഉണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ നടക്കുന്ന പല തീരുമാനങ്ങളും സ്വന്തമായിട്ട് എടുക്കാൻ ഈ ഗവൺമെന്റ് കമ്പനികൾക്ക് പറ്റും കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് മാർക്കറ്റ് കൺട്രോൾസ് അൺഹെൽത്തി ട്രേഡ് പ്രാക്ടീസസ് ബൈ ഓഫറിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് റീസണബിൾ പ്രൈസ്. മാർക്കറ്റിലുള്ള സാധനങ്ങളും അതുപോലെ തന്നെ സേവനങ്ങളും ന്യായമായ വിലക്ക്, റീസണബിൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ ന്യായമായ വിലക്ക് നൽകുന്നത് കൊണ്ട് തന്നെ അൺഹെൽത്തി ട്രേഡ് പ്രാക്ടീസസ് നിയന്ത്രിക്കാൻ ഗവൺമെന്റ് കമ്പനികൾക്ക് സാധിക്കുന്നുണ്ട്. അൺഹെൽത്തി ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള ട്രേഡ് പ്രാക്ടീസസ് ഒക്കെ ഒഴിവാക്കാൻ കമ്പനികൾക്ക് സാധിക്കും. ഫ്രീ ടു റേസ് ഫണ്ട്സ് ഡയറക്ട്ലി ഫ്രം ക്യാപിറ്റൽ മാർക്കറ്റ് ഓർ ഗവൺമെന്റ് ഷെയർ ഹോൾഡിങ്സ്. അതുപോലെ തന്നെ ഫണ്ടിന്റെ ആവശ്യങ്ങൾക്കായി ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഷെയർ ഹോൾഡിങ്സ് വഴിയോ നേരിട്ട് ഫണ്ട് റൈസ് ചെയ്യാനുള്ള ഫ്രീഡം ഇത്തരം കമ്പനികൾക്കുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗവൺമെന്റ് കമ്പനിയുടെ മെറിറ്റ്സ്. ലിമിറ്റേഷൻസ് ഓഫ് ഗവൺമെന്റ് കമ്പനി. ഫസ്റ്റ് ലിമിറ്റേഷൻ ആണ് ലെസ് അക്കൗണ്ടബിലിറ്റി, ഇവേറ്റ്സ് ഡയറക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻസറബിലിറ്റി ടു പാർലമെന്റ്. ഇതിന് പാർലമെന്റിൽ നേരിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻസറബിലിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മളൊരു പബ്ലിക് എന്റർപ്രൈസസിനെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഉത്തരവാദിത്വം കുറച്ച് കുറവാവാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ഗവൺമെന്റ് കൺട്രോൾ. പേരിന് ഓട്ടോണോമി ഉണ്ടെന്ന് പറഞ്ഞാലും കമ്പനിയുടെ മെയിൻ മാനേജ്മെന്റ് കൺട്രോൾ പൂർണ്ണമായും ഗവൺമെന്റിന്റെ കൈകളിൽ തന്നെ ആയിരിക്കും. ഓക്കെ, മാനേജ്മെന്റ് റെസ്റ്റസ് മെയിൻലി ഇൻ ദി ഗവൺമെന്റ് ഹാൻഡ്സ് റെഡ്യൂസിങ് ട്രൂ ഓട്ടോണോമി. അതുകൊണ്ട് തന്നെ ഓട്ടോണോമി ഉണ്ട് എന്ന് പറഞ്ഞാലും അത്രക്ക് ഓട്ടോണോമി ഒന്നും ഇല്ല. ഇത് കമ്പനിയുടെ യഥാർത്ഥ ട്രൂ ഓട്ടോണോമിനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള 3 പ്രധാന ഫോംസ് ഓഫ് പബ്ലിക് എന്റർപ്രൈസസുകൾ, അവയുടെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ലിമിറ്റേഷൻ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് റിവൈസ് ചെയ്യുക, പോയിന്റുകളൊക്കെ എഴുതി പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ക്ലാസ് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോകൾക്കായി പേജ് സബ്സ്ക്രൈബ് ചെയ്യുക.